അഭിമാനത്തോടെ നീങ്ങും ഭാരതത്തിൻ മക്കളെ, അടരാടി നേടി തന്നതാണീ മണ്ണ് പൂക്കളെ. ഏറെ സഹിച്ചു മൃത്യു വരിച്ചോരെയോർക്കണം, എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, പോരടിക്കണം. എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, പോരടിക്കണം. ബഹുമാന്യനായ PH അബ്ദുള്ള മാസ്റ്റർ വിട പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ എക്കാലത്തെയും മികച്ച വരികളാണ് ഇത്. വർത്തമാന ഇന്ത്യൻ സാഹചര്യങ്ങളോട് അതിൻ്റെ അവസ്ഥയെ കൃത്യമായിട്ട് മനസ്സിലാക്കി തരുവാനും അതോടൊപ്പം തന്നെ നമ്മുടെയൊക്കെ ബോധോദയ മണ്ഡലത്തിലേക്ക് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആശയത്തെ എങ്ങനെയാണ് പൂർവികൾ നമ്മുടെ മുൻപിലേക്ക് നിർമ്മിച്ചു തന്നത് എന്നത് അദ്ദേഹം തൻ്റെ വരികളിലൂടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം, മാപ്പിളക്കലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വലിയ സംഭാവനകൾ സമർപ്പിച്ചൊരു വ്യക്തിത്വമാണ്. തനിമയാർന്ന മാപ്പിളപ്പാട്ടുകളുടെയും ഇശലുകളുടെയും മാപ്പിള സർഗാത്മകമായ സംവിധാനങ്ങളുടെയും ഒക്കെ ഉന്മേഷത്തിനും അതോടൊപ്പം തന്നെ വളർച്ചയ്ക്കുമൊക്കെ വേണ്ടി അദ്ദേഹം തൻ്റെ ജീവിതകാലം മുഴുവൻ അദ്ദേഹം പ്രയത്നിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ തൂലികയിൽ ഒരുപാട് പാട്ടുകൾ പിറന്നിട്ടുണ്ട്, ഒരുപാട് രചനകൾ പിറന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് ഈ മേഖലയിൽ ശിഷ്യ ഗണങ്ങളുമൊക്കെയുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവാസ ലോകവും അതിനുശേഷം അദ്ദേഹം നാട്ടിലെത്തുകയും അങ്ങനെയൊക്കെ ചെയ്ത സമയത്തും മുസ്ലിം ലീഗിൻ്റെയും സമസ്തയുടെയും ഒക്കെ വേദികളിൽ അദ്ദേഹം നിറസാന്നിധ്യമായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ക്യാമ്പുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അന്നത്തെ അദ്ദേഹത്തിൻ്റെ രസകരമായ പാട്ട് പാടിയും പാടിപ്പിച്ചും പറഞ്ഞും പറയിപ്പിച്ചുമൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളും പ്രസംഗങ്ങളുമൊക്കെ ഹൃദയഹാരിയാണ്. ഞാൻ ഏറ്റവും അവസാനമായിട്ട് അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടുന്നത് സുപ്രഭാതം ഓൺലൈനിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖം ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഞാൻ അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ടു. അദ്ദേഹവും ഞാനും നിശ്ചയിച്ച ഒരു തീയതി വന്നു. പക്ഷേ ആ തീയതിക്കുള്ളിൽ അദ്ദേഹം പെട്ടെന്ന് കൂടുതൽ അസ്വസ്ഥതയിലേക്ക് പോയി എന്നൊക്കെയാണ് എനിക്ക് പിന്നീട് അറിയാൻ പറ്റിയത്. ഏതായിരുന്നാലും ആ ഒരു അദ്ദേഹവുമായിട്ടൊന്നിരുന്നു ഒന്ന് സംസാരിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ഒരു ചെറിയ സങ്കടം എൻ്റെ മനസ്സിലും ഇപ്പോഴുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ എക്കാലവും ജീവിച്ചിരിക്കുന്ന ആ ഒരു പാട്ടുണ്ട്. അത് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് അത് പകർത്തപ്പെടുക തന്നെ ചെയ്യും. ചുണ്ടുകളിൽ നിന്ന് ചുണ്ടുകളിലൂടെ അത് മൂളപ്പെടുക തന്നെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്ക് ചില പാട്ടുകളൊക്കെ അങ്ങനെയുണ്ട്, ചില രചനകളുടെ ഒരു കഴിവാണത്. അദ്ദേഹത്തിൻ്റെ ഈ പാട്ട് എന്ന് പറയുന്നത് ഇന്നത്തെ വർത്തമാന ഇന്ത്യയിൽ ഏറ്റവും പ്രഗത്ഭമായൊരു പാട്ടാണ്. ഈ പാട്ട് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ അനുസ്മരണമായി സുപ്രഭാതം ഓൺലൈനും വ്യക്തിപരമായിട്ട് എനിക്കും ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുൻപിൽ പങ്കുവെക്കുവാനുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ ആ പാട്ടിൻ്റെ വരികൾ നമ്മളെടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാകുന്നൊരു കാര്യമാണ്. അദ്ദേഹം ആ പാട്ടിൽ രണ്ടാമത്തെ വരിയിൽ അല്ലെങ്കിൽ അനുപല്ലവിയിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. മുസൽമാൻ്റെ ചോര ചിന്തിയതീ നാടിതിനല്ലേ, മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ, ക്രിസ്തീയ സോദരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ, കണ്ണീര് ചാലിട്ടൊഴുകിയതും കണ്ടവരില്ലേ, എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, പോരടിക്കണം. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതി കഷ്ടത അനുഭവിച്ച് അവരുടെ സമ്പത്തും ശരീരവും ഒക്കെ നൽകിയ ആളുകൾ ആണ് ഇവിടുത്തെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും. അങ്ങനെ തോളോട് തോൾ ചേർന്നിരുന്നു കൊണ്ടാണ് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ പടപൊരുതിയത്. ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം പിന്നീട് എന്തിനാണ് നമ്മൾ മതത്തിൻ്റെ പേരിൽ പരസ്പരം കലഹിക്കുന്നത് എന്ന ചോദ്യം അദ്ദേഹം നമ്മളോടൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയും നിൽക്കുന്നില്ല. പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട്, നിസ്കാരത്തഴമ്പിൻ്റെ മേന്മയേറും നാട്ടില്, നറുമല്യമേറും ചന്ദനപ്പൊട്ടിൻ്റെ കൂട്ടില്, നല്ലോണമൊത്തു ജീവിതം കഴിഞ്ഞിരുന്നവർ, നന്മകൾ പങ്കുവെച്ച് ഒരുമ കൈവരിച്ചവർ. അദ്ദേഹം പറയാണ്, ഇവിടുത്തെ ഹിന്ദു മുസ്ലിം എന്ന തരത്തിലുള്ള നിങ്ങളുടെ വേർതിരിവുകൾ അതൊക്കെ നമ്മൾ വർത്തമാനകാല ഇന്ത്യയുടെ രാഷ്ട്രീയത്തോടൊക്കെ ഉപമിക്കുമ്പോൾ അത് അദ്ദേഹം അന്ന് നൽകിയ അല്ലെങ്കിൽ ഇന്നത്തെ ആളുകൾക്ക് നൽകാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മറുപടിയാണ്. പിന്നീട് അല്ലാമ ഇക്ബാൽ പാടി തന്നൊരീരടി,
അലമാലകൾ പിളർത്തിടുമതിൻ്റെ മാറ്റൊലി, അല്ലാമ ഇക്ബാല് പാടി തന്നൊരീരടി, അലമാലകൾ പിളർത്തിടുമതിൻ്റെ മാറ്റൊലി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെയും അതോടൊപ്പം തന്നെ നമ്മളുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെയും നമ്മുടെ പൂർവ്വസൂരികൾ ഈ രാജ്യത്തെ എങ്ങനെയാണോ പടുത്തുയർത്തത് എന്നതിൻ്റെയൊക്കെ ഏറ്റവും നല്ല കെട്ടുറപ്പിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം, നല്ല വരികൾ അദ്ദേഹം നമ്മുടെ മുൻപിലേക്ക് അവതരിപ്പിച്ച് തരികയാണ്. ഈ പാട്ടും ഇദ്ദേഹത്തിൻ്റെ ഈ പാട്ടിൻ്റെ ഓർമ്മകളും ഒക്കെ തന്നെയാണ് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ സ്മരണ എന്ന നിലയിൽ സുപ്രഭാതം ഓൺലൈനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മുൻപിലേക്ക് വെക്കുവാനുള്ളത്. ഏതായിരുന്നാലും അദ്ദേഹം ഉയർത്തിപ്പിടിച്ചൊരാശയമുണ്ട്, ഈ പാട്ടിലൂടെ ഉയർത്തിപ്പിടിച്ചൊരാശയമുണ്ട്. അത് വലിയൊരു സന്ദേശമാണ്. ആ സന്ദേശം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തോട് ഐക്യപ്പെട്ട് നിൽക്കാൻ, അത് ഈ രാജ്യം എന്ന സമസ്യയിൽ മാത്രമല്ല, ഈ രാജ്യം എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ, നമ്മുടെ രാഷ്ട്രീയത്തിൽ, നമ്മുടെ മതബോധത്തിൽ, നമ്മുടെ സംഘടിത സ്വഭാവത്തിലൊക്കെ നമ്മളോട് ഐക്യപ്പെട്ട് നിൽക്കാൻ അദ്ദേഹം നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ അനൈക്യമുള്ളിടത്തൊക്കെ ഐക്യപ്പെടാനാണ് അദ്ദേഹം ആ പാട്ടിലൂടെ പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ നടന്നു വന്ന വഴികളെക്കുറിച്ച് മറക്കരുത് എന്ന ഒരു ഓർമ്മപ്പെടുത്തലും ഒരു ജിഹ്വയുമൊക്കെയാണ്. നമ്മളിങ്ങനെ പരസ്പരം പോരടിക്കരുത്, അതെന്തിൻ്റെ പേരിലായിരുന്നാലും അത് നമ്മുടെ രാജ്യത്തിന് ഭൂഷണമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അത് ഇന്നത്തെ നമ്മുടെ വർത്തമാന രാഷ്ട്രീയത്തോടൊക്കെ നമ്മൾ കൂട്ടിയോജിപ്പിക്കുമ്പോൾ അത് വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് പറയാൻ സാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളാണ്. ആ ഓർമ്മകൾ അയവിറക്കി അദ്ദേഹത്തിൻ്റെ ആ ഒരു നല്ല ഒരു ജീവിതകാലം ഒരുപാട് നാൽക്കവലയിലെ ചുവരുകളിൽ അടയാളപ്പെടുത്തലുകൾ എഴുതി വച്ചിട്ടാണ്, അടയാളപ്പെടുത്തലുകൾ ചേർത്ത് വച്ചിട്ടാണ് അദ്ദേഹം യാത്ര പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് നിത്യശാന്തി നേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പരലോകത്ത് അദ്ദേഹത്തിന് സമ്പന്നമായ നല്ല ഒരു ജീവിതം ആശിച്ചും പ്രാർത്ഥിച്ചുകൊണ്ടും ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി. waytonikah.com, the exclusive Muslim matrimonial site.